ക്രിസ്തുനാഥനൻ സ്വന്തമായി തീർന്നു. ഉർവിയെ ജയിച്ച ക്രിസ്തുനാഥനൻ സ്വന്തമായി തീർന്നു. ഉയർത്തെഴുന്നേറ്റു. കല്ലറ തുറന്നിടവേ രാജസേവകർ ഭയന്നിടവേ വല്ലഭനീശു ഉയർത്തെഴുന്നേറ്റു. നിത്യമാം ജീവനെ നൽകിടുവാൻ വല്ലഭനീശു ഉയർത്തെഴുന്നേറ്റു. നിത്യമാം ജീവനെ നൽകിടുവാൻ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ, ജയിച്ചെഴുന്നേറ്റു. ഉർവിയെ ജയിച്ച ക്രിസ്തുനാഥനൻ സ്വന്തമായി തീർന്നു. ഉയർത്തെഴുന്നേറ്റു. മരണമേ വിഷമെവിടെ? പാതാളമേ ജയമെവിടെ? മരണത്തെ ജയിച്ചവൻ ഉയർത്തെഴുന്നേറ്റു. പാതാള വൈരിയെ ജയിച്ചവനായി മരണത്തെ ജയിച്ചവൻ ഉയർത്തെഴുന്നേറ്റു. പാതാള വൈരിയെ ജയിച്ചവനായി ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ, ജയിച്ചെഴുന്നേറ്റു. ഉർവിയെ ജയിച്ച ക്രിസ്തുനാഥനൻ സ്വന്തമായി തീർന്നു. ഉയർത്തെഴുന്നേറ്റു. മരിച്ചവരുടെ ഇടയിൽ ജീവനാഥനെ തേടുകയോ? നീതിയിൻ അധിപതി ഉയർത്തെഴുന്നേറ്റു. സ്വർഗ്ഗപിതാവിൻ മഹിമയിതേ. നീതിയിൻ അധിപതി ഉയർത്തെഴുന്നേറ്റു. സ്വർഗ്ഗപിതാവിൻ മഹിമയിതേ. ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ, ജയിച്ചെഴുന്നേറ്റു. ഉർവിയെ ജയിച്ച ക്രിസ്തുനാഥനൻ സ്വന്തമായി തീർന്നു. ഉർവിയെ ജയിച്ച ക്രിസ്തുനാഥനൻ സ്വന്തമായി തീർന്നു. ഉയർത്തെഴുന്നേറ്റു. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം 24-ാം വാക്യം. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? ആ ചോദ്യത്തിൻ്റെ മറുപടി തൊട്ടടുത്ത് തന്നെ കാണാം. 8-ാം അധ്യായം 2-ാം വാക്യം. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ആര് എന്നെ വിടുവിക്കും? എനിക്ക് പരിശുദ്ധാത്മാവ് വിടുതൽ നൽകും. ആര് എനിക്ക് സ്വാതന്ത്ര്യം തരും? എനിക്ക് പരിശുദ്ധാത്മാവ് സ്വാതന്ത്ര്യം തരും. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് സ്വാതന്ത്ര്യം തരും. ജഡത്തിൻ്റെ പ്രമാണം എന്നെ പാപത്തോട് ബന്ധിക്കുന്നു. ജഡത്തിൽ വസിക്കുന്നതായ പ്രവണതകൾ എന്നെ പാപത്തിലേക്ക് കെട്ടിയിടുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ച് പ്രകാശിച്ച്
പാപത്തിൻ്റെ ബന്ധനം അഴിച്ച് എനിക്ക് സ്വാതന്ത്ര്യം തരുന്നു. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. കഴിഞ്ഞ പ്രസംഗത്തിൽ പറയുകയുണ്ടായി, പ്രാകൃത മനുഷ്യൻ, ജഡീക മനുഷ്യൻ, ആത്മീയ മനുഷ്യൻ എന്ന് 3 വിധം ആളുകളുണ്ട് എന്ന്. പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. അത് അവന് ഭോഷത്വമായിട്ടാണ് തോന്നുന്നത്. അവന് ദൈവബോധമില്ല, ദൈവത്തിൽ വിശ്വാസമില്ല, ദൈവപരിജ്ഞാനമില്ല, ദൈവവചനത്തോട് താല്പര്യമില്ല. അവൻ പ്രാകൃതനായി ജീവിക്കുകയാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി പ്രാകൃതത്വം വിട്ട് ഒരു മാനസാന്തരത്തിലേക്ക് വന്നു, ദൈവബോധത്തിലേക്ക് വന്നു, ദൈവഭക്തിയിലേക്ക് വന്നു, ചില കാര്യങ്ങളിൽ തീരുമാനമെടുത്തു. അവൻ ജഡീക മനുഷ്യനായി തീർന്നു. പക്ഷേ ആന്തരികമായി വിശുദ്ധീകരണം ലഭിച്ചില്ല. അകത്ത് മാറ്റം വന്നില്ല. ഈർഷ്യയും പിണക്കവും മാറിയില്ല. അശുദ്ധ വികാരങ്ങളും മലിനമായ മോഹങ്ങളും മാറിയില്ല. ചിന്തകളിൽ വിശുദ്ധി ലഭിച്ചില്ല. വിചാരങ്ങളും വികാരങ്ങളും വിശുദ്ധീകരിക്കപ്പെട്ടില്ല. ഹൃദയം ശുദ്ധമായില്ല. നീരസവും പകയും വിദ്വേഷവും മുഷിച്ചിലും അസൂയയും കോപവും പിണക്കവും വൈരാഗ്യവും എല്ലാം ഹൃദയത്തിൽ ഇടയ്ക്കിടയ്ക്ക് പൊന്തി വരും. അവൻ ജഡീക മനുഷ്യനാണ്. പ്രാകൃത മനുഷ്യൻ ദ നാച്ചുറൽ മാൻ, ജഡീക മനുഷ്യൻ ദ കാർണൽ മാൻ. എന്നാൽ അതും കഴിഞ്ഞ് ഹൃദയത്തിൻ്റെ വിശുദ്ധി പ്രാപിക്കുന്ന, ഹൃദയം പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിക്കപ്പെടുന്ന, പരിശുദ്ധാത്മാവിൻ്റെ തേജസ് കൊണ്ട് ഹൃദയം നിറയുന്ന, ആളത്വം മുഴുവനും പരിശുദ്ധാത്മാവിൻ്റെ തേജസ് കൊണ്ട് ദീപ്തമാകുന്ന ഒരു സവിശേഷമായ അനുഭവമുണ്ട്. അതാണ് ആത്മീയ മനുഷ്യൻ്റെ അനുഭവം. ആത്മീയ മനുഷ്യൻ. പ്രാകൃത മനുഷ്യന് തോൽവിയെന്നും ജയമെന്നും പറഞ്ഞാലും മനസ്സിലാവുകയില്ല. കാരണം അവൻ എന്നും പാപത്തിൻ്റെയും പിശാചിൻ്റെയും പൂർണ്ണ ബന്ധനത്തിലാണ്. ജഡീക മനുഷ്യന് തോൽവിയുണ്ട്, കാരണം അവൻ ജയിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവന് പാപത്തിൽ നിന്ന് മോചനം കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അവനറിയാം അവന് ജയം കിട്ടുന്നില്ല. അവൻ ആന്തരികമായൊരു യുദ്ധത്തിലാണ്. ഇന്നർ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന അന്തസ്സംഘർഷം. അകത്തൊരു സംഘടന നടക്കുകയാണ്. പാപവും വിശുദ്ധിയും തമ്മിലുള്ള സംഘട്ടനം. തീരുമാനമെടുക്കും, പക്ഷേ വീണുപോകും. തീരുമാനമെടുക്കും, കുറച്ച് നാൾ നിൽക്കും, പക്ഷേ പിന്നെയും വീണുപോകും. ദൈവികമായി ജീവിക്കണമെന്നുണ്ട്, പക്ഷേ പിറുവിറുപ്പും പരിഭവങ്ങളും വരുന്നു. പക്ഷേ ഹൃദയത്തിൽ നീരസവും കയ്പും വരുന്നു, പകയും വിദ്വേഷവും വരുന്നു. പലപ്പോഴും ഹൃദയത്തിൽ അലോസരങ്ങളും ആവലാധികളും ഭാരങ്ങളും ആകുലങ്ങളും വരുന്നു. അവൻ്റെ ഹൃദയത്തിൽ ജയമില്ല, അവൻ്റെ ജീവിതത്തിൽ ജയമില്ല, ആന്തരികമായി ജയം പ്രാപിക്കുന്നില്ല, ഒരു ജയജീവിതമില്ല. അകത്ത് വലിയ സംഘടന നടക്കുകയാണ്. എന്നാൽ ആ സംഘട്ടനത്തിൽ അവൻ വലിയൊരനുഭവത്തിലേക്ക് കടന്നു വരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നൽവരം അവൻ ലഭിക്കുന്നു. പരിശുദ്ധാത്മാവിനായി തൻ്റെ ജീവിതത്തെ അവൻ തുറന്നു കൊടുക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുവാൻ അവൻ വാഞ്ചിക്കുന്നു. പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുന്നു. പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്നു. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന് വേണ്ടി തന്നെ ഒരുക്കുന്നു. പരിശുദ്ധാത്മാവിന് വേണ്ടി ഈ ദാഹത്തോടെ യാചനയോടെ ദൈവസന്നിധിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ഇരിക്കുന്നു. ഓരോ നിമിഷവും തന്നെ കണ്ട് ജീവിതത്തിൻ്റെ തനതായ വശങ്ങൾ കണ്ട് ശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിക്കുന്നു. ഇനിയും ഈ കാര്യം എൻ്റെ ജീവിതത്തിൽ വരില്ല എന്ന് തൊട്ട് ഓരോരോ കാര്യങ്ങളിലും തീരുമാനങ്ങൾ പുതുക്കുന്നു. അങ്ങനെ അവൻ ദൈവകരങ്ങളിലേക്ക് തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കുന്നു. അപ്പോൾ അവന് ജയം കിട്ടുന്നു. അതാണ് ആത്മീയ മനുഷ്യൻ്റെ ജീവിതം. അതാണ് ജയജീവിതം. അതാണ് വാസ്തവത്തിലുള്ള സ്വാതന്ത്ര്യം. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. റോമർ ലേഖനം 6-ാം അധ്യായം പ്രാകൃത മനുഷ്യനെ കുറിക്കുന്നു. 7-ാം അധ്യായം ജഡീക മനുഷ്യനെ കുറിക്കുന്നു. 8-ാം അധ്യായം ആത്മീയ മനുഷ്യനെ കുറിക്കുന്നു. അക്കാര്യം കഴിഞ്ഞ പ്രാവശ്യം സൂചിപ്പിച്ചുവല്ലോ. സഹോദരങ്ങളെ, നാം ഓരോരുത്തരും
ആത്മീകരായി തീരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കേവലം ജഡീകരായിട്ടോ പ്രാകൃതരായിട്ടോ നിൽക്കാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം ആത്മാവിൻ്റെ പ്രമാണം പ്രാപിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അനുഭവിച്ച് നമ്മുടെ ആളത്വം മുഴുവൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് സജ്ജമായി പരിശുദ്ധാത്മാവ് നമ്മുടെ ആളത്വത്തിൽ മുഴുവനായി ലയിച്ചും അലിഞ്ഞും തിങ്ങിയും നിൽക്കുന്നതായ സൗഭാഗ്യകരമായൊരു അനുഭവം അത് നമുക്ക് തരുവാനാണ് കർത്താവായ യേശുക്രിസ്തു ആഗ്രഹിക്കുന്നത്. അതിന് നാം ഒന്നും യത്നിക്കേണ്ട, നാം അതിനുവേണ്ടി ഒരു ചെലവും ചെയ്യേണ്ട, അതിനുവേണ്ടി ഒട്ടും നാം പ്രവർത്തിക്കേണ്ട. ഇതെല്ലാം പരിശുദ്ധാത്മാവ് തരുന്ന ദാനങ്ങളാണ്. ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവ് തരുന്ന ദാനങ്ങളാണ്, പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങളാണ്. ജയജീവിതം പരിശുദ്ധാത്മാവ് തരുന്നതാണ്. എനിക്ക് അസാധ്യമാണ്, എനിക്ക് ജയിക്കാൻ സാധിക്കുന്നില്ല, ഞാൻ വലയുന്നു, കർത്താവേ എനിക്ക് ജയിക്കാൻ, എൻ്റെ പാപ സ്വഭാവത്തെ ജയിക്കാൻ എനിക്ക് കഴിയാതെ പോകുന്നു എന്ന് ഞാൻ നിലവിളിക്കുമ്പോൾ എൻ്റെ സഹായത്തിനും രക്ഷയ്ക്കും എനിക്ക് ജയം തരാനുമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ ദൈവം തരുന്നതാണ് ജയം, പരിശുദ്ധാത്മാവ് തരുന്നതാണ് ജയം. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങൾ അനേകം പേര് ഒരുപക്ഷേ ജയജീവിതം ലഭിക്കാതെ വലയുന്നവരായിരിക്കും. ജയജീവിതത്തിന് കൊതിയുണ്ട്, ജയജീവിതം വേണമെന്നുണ്ട്, പാപത്തിൽ നിന്ന് പൂർണ്ണമായ ഒരു മോചനം കിട്ടണമെന്നുണ്ട്, പാപത്തിൻ്റെ ദുസ്വാധീനത്തിൽ നിന്ന് സമ്പൂർണ്ണമായൊരു വിടുതൽ ലഭിക്കണമെന്നുണ്ട്. പക്ഷേ അത് സാധിക്കുന്നില്ല. നിങ്ങൾ വലയുന്നവരായിരിക്കാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു കാര്യം ചെയ്യൂ. നിങ്ങൾ വാസ്തവമായി വിശ്വസിക്കൂ. പരിശുദ്ധാത്മാവിന് നിങ്ങളെ ജയിപ്പിക്കാൻ കഴിയും. പരിശുദ്ധാത്മാവിന് നിങ്ങൾക്ക് ജയജീവിതം തരാൻ കഴിയും. ക്യാമ്പൽ മോർഗൻ എന്ന് പറയുന്ന വളരെ സുപ്രസിദ്ധനായ ഒരു സുവിശേഷകനുണ്ടായിരുന്നു. മോർഗൻ്റെ അടുത്ത് പലരും വരും. രക്ഷയെക്കുറിച്ചും വീണ്ടെടുപ്പിനെക്കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ചും മനുഷ്യന് പരിശുദ്ധാത്മാവ് തരുന്ന ജയജീവിതത്തെക്കുറിച്ചും എല്ലാം സംസാരിക്കാനാണ് വരുന്നത്. ക്യാമ്പൽ മോർഗൻ ഈ കാര്യങ്ങളെല്ലാം വരുന്നവരോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. ഒരവസരത്തിൽ ഒരു കൽക്കരി തൊഴിലാളി വന്നു. കൽക്കരി ഖനിയുടെ അടിയിലേക്ക് അങ്ങ് ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് അവിടെ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളി, അവന് ഈ ദൈവത്തിൻ്റെ രക്ഷ എന്ത് എന്നും ക്രിസ്തു തരുന്നതായി വീണ്ടെടുപ്പ് എന്ത് എന്നും ക്രിസ്തു തരുന്നതായ രക്ഷയുടെ മർമ്മം എന്താണെന്നും പാപത്തിൻ്റെ ബന്ധനത്തിൻ്റെ ഭയാനകത്വം എന്താണെന്നും എല്ലാം ഈ മോർഗൻ പറഞ്ഞു കൊടുത്തു. അവൻ ചോദിച്ചു, അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എന്ത് ചെയ്താലാണ് എനിക്കിത് കിട്ടുക? മോർഗൻ പറഞ്ഞു, നിങ്ങളൊന്നും ചെയ്യണ്ട, നിൻ്റേതായിട്ട് ഒന്നും നീ ചെയ്യണ്ട. ഉടനെ ഈ പാവപ്പെട്ട തൊഴിലാളി ചോദിച്ചു, ഞാൻ ഒന്നും ചെയ്യേണ്ടെന്നാണോ ഈ പറയുന്നത്? എനിക്കൊരു ചിലവുമില്ലെന്നാണോ ഈ പറയുന്നത്? വേണ്ട, ഒന്നും ചെയ്യണ്ട, എല്ലാം ദൈവം തരുന്നതാണ്, ദൈവത്തിൻ്റെ ആത്മാവ് തരുന്നതാണ്. ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൽ നീ വിശ്വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിനക്ക് തരുന്ന ഒരു സ്വർഗീയ ദാനമാണത്. എനിക്കിത് മനസ്സിലാകുന്നില്ലല്ലോ എന്നവൻ പറഞ്ഞു. എത്ര പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാകുന്നില്ല. മോർഗൻ പറഞ്ഞു, നീ ഇന്നും തൊഴിലിന് പോയില്ലേ? പോയി. എവിടെയായിരുന്നു നിന്റെ തൊഴിൽ? ഞാൻ കൽക്കരി ഖനിയിൽ ഞാൻ അവിടെ ജോലിക്ക് പോയതാണ്. ഖനിയിൽ നീ ജോലിക്ക് പോയപ്പോൾ കൽക്കരി ഖനിയിൽ നീ എങ്ങനെയാണ് അടിയിലോട്ട് ഇറങ്ങിയത്? അത്രയും ആഴത്തിലേക്ക് ഇറങ്ങിയതിന് നിനക്കൊരു ബന്ധപ്പാടും വേണ്ടി വന്നില്ലേ? ഒരു ചിലവും വേണ്ടി വന്നില്ലേ? ഒന്നും നീ ചെയ്തില്ലേ? ഇല്ല. ഞാൻ ആ എലിവേറ്ററിൽ കയറി നിന്നു, എലിവേറ്റർ വർക്ക് ചെയ്തു, താഴോട്ട് പോയി. അപ്പോൾ നിനക്കൊന്നും ചിലവ് ചെയ്യേണ്ടി വന്നില്ലേ? ഇല്ല. കാരണം ആ എലിവേറ്ററിനോട് ഘടിപ്പിക്കുവാനും ആ എലിവേറ്റർ അവിടെ എല്ലാം ശരിയാക്കി വയ്ക്കുവാനും പ്രവർത്തിപ്പിക്കുവാനും അതിൻ്റെ മാനേജ്മെൻറ്റ് വലിയ ചിലവ് ചെയ്തിട്ടുണ്ട്, വലിയ ചിലവ് ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് ഞാനതിൽ കയറി നിന്ന് അതിൽ വെറുതെ നിന്നു കൊടുത്താൽ മാത്രം മതി. പ്രിയപ്പെട്ടവരെ, ഉടനെ മോർഗൻ പറഞ്ഞു, ഇതാണ് ക്രിസ്തു തരുന്നതായ രക്ഷ, ഇതാണ് പരിശുദ്ധാത്മാവ് തരുന്ന പ്രവൃത്തി. ഒരാൾ വലിയത് ചെയ്തു കഴിഞ്ഞു. നിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, പാപിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി
ജയജീവിതം ലഭിക്കാൻ കൊതിക്കുന്നവന് ജയജീവിതം തരുന്നതിന് വേണ്ടി ഒരാൾ തോൽവി അടഞ്ഞവനെ പോലെ കുരിശിൽ മരിച്ചു. വലിയ വില സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി കൊടുത്തു. സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി വലുത് ചെയ്തു. ഇത് നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇത് നീ വിശ്വസിക്കുമ്പോൾ ക്രൂസിൽ ക്രിസ്തു പറഞ്ഞത് നിനക്ക് അനുഭവമായി തീരും, നിവൃത്തിയായി. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. നിനക്ക് വേണ്ടി ചെയ്യാനുള്ളതെല്ലാം സ്വർഗം ചെയ്ത് തീർത്തിരിക്കുന്നു. നിനക്ക് വേണ്ടി നിവർത്തിക്കാനുള്ളതെല്ലാം സ്വർഗത്തിലെ ദൈവം നിവർത്തിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. അത് പൂർത്തീകരിച്ചിരിക്കുന്നു, അത് തികച്ചിരിക്കുന്നു. ഇപ്പോൾ അവന് മനസ്സിലായപ്പോൾ പെട്ടെന്ന് അവൻ്റെ മുഖം തെളിഞ്ഞു, പെട്ടെന്ന് അവൻ്റെ മുഖം പ്രസന്നമായി. മോർഗൻ പറഞ്ഞു കൊടുക്കാതെ തന്നെ അവൻ നിന്ന് സ്തുതിക്കാൻ തുടങ്ങി. അവൻ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഞാനൊന്നും ചെലവ് ചെയ്തില്ല, ക്രിസ്തു എനിക്ക് വേണ്ടി ചെലവ് ചെയ്തു. ചെലവ് ചെയ്തതോ ക്രിസ്തുവിൻ്റെ ദിവ്യ ജീവൻ തന്നെ എനിക്ക് വേണ്ടി ചെലവ് ചെയ്തു. സഹോദരങ്ങളെ, ഇത് വിശ്വസിക്കുക, അത് മാത്രമേ വേണ്ടൂ. മറ്റൊന്നും നാം ചെയ്യണ്ട. നമ്മെ ആഴത്തിൽ നിന്ന് കോരിയെടുക്കാൻ കരം നീട്ടുന്ന ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ വിശ്വാസത്തോടെ നാം അങ്ങ് ചേർന്ന് നിൽക്കുക. വിശ്വാസത്തോടെ നാം അങ്ങ് ആശ്രയിച്ച് നിൽക്കുക. നാഥാ, എനിക്ക് കഴിവില്ല, ഞാൻ ഇതുവരെയും തോൽവി അടഞ്ഞവനാണ്, ഞാൻ ഇതുവരെയും പരാജയപ്പെട്ടവനാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ പല തീരുമാനങ്ങൾ എടുത്തെങ്കിലും ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എനിക്ക് നീ ജയം തരണമേ എന്ന് നാം പൂർണ്ണമായും ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കരുണയുള്ള കർത്താവിൻ്റെ ആണിപ്പാടുള്ള കരം നമ്മെ കോരിയെടുക്കും. സഹോദരങ്ങളെ, ആ അനുഭവമുള്ളവർ ആരെല്ലാം അവിടെ ഇരിക്കുന്നുണ്ട്? പലരും ഉണ്ട് എന്നാണ് എൻ്റെ ബോധ്യം. ഈ അനുഭവം അതൊരു വലിയ സന്തോഷകരമായ അനുഭവമാണ്. മുമ്പ് തോറ്റുകൊണ്ടിരുന്നിടത്ത് ഇന്ന് തോൽവിയില്ല. മുമ്പ് കോപിച്ചിരുന്നു, ഇന്ന് കോപം വരുന്നില്ല. പക്ഷേ ഇന്ന് കോപിക്കാൻ പറ്റുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഏതോ ഒരു ശക്തി വന്ന് അങ്ങ് അമർത്തുകയാണ്. ആ കോപം, പതഞ്ഞു പൊന്തി വരുന്ന കോപത്തെ അങ്ങ് പ്രശാന്ത മോഹനമാക്കി മാറ്റുകയാണ്. ഉള്ളത്തിലേക്ക് അങ്ങ് തണുപ്പിച്ചു തരികയാണ്. അങ്ങ് തിളച്ചു വരുന്ന കോപം അതെങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, അതങ്ങ് ആറിപ്പോവുകയാണ്. അത് അങ്ങ് തണുത്തു പോവുകയാണ്. അതുപോലെ തന്നെ ഓരോ വികാരാവേശങ്ങളെല്ലാം, ഓരോ ആസക്തികളെല്ലാം, മനുഷ്യ ശരീരത്തിൽ ആസക്തികളുണ്ട്. പക്ഷേ അതിൽ പൈശാചിന് അവകാശം പറയുന്ന ആസക്തികൾ, ശത്രുവായ പിശാച് പാപത്തിലേക്ക് നമ്മെ കെട്ടിയിടുന്നതായ ആസക്തികൾ, അത് ഹൃദയത്തിൽ മുളയ്ക്കുമ്പോൾ തന്നെ ഏതോ ഒരു അദൃശ്യ ശക്തി വന്ന് അതിനെ ശമിപ്പിക്കുകയാണ്. അതാണ് ശമി എന്നും യമി എന്നൊക്കെ പറയുന്നത്. പൂർവിക താപസ ശ്രേഷ്ഠന്മാർ യമികളെന്നും ശമികളെന്നൊക്കെ പറയുന്ന വാക്കുകൾ നിങ്ങൾ പക്ഷേ ചിലരെങ്കിലും കേട്ട് കാണും. പ്രിയപ്പെട്ടവരെ, തന്നെ ആ ശമനത്തിനും തന്നെ ആ നിയമനത്തിനും വിധേയപ്പെടുത്തി കൊടുക്കുക, ആ നിയന്ത്രണത്തിന് വിധേയപ്പെടുത്തി കൊടുക്കുക, ജീവനുള്ള ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് തന്നെ വിട്ടുകൊടുക്കുക. ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് അനുഭവമാക്കാവുന്നതാണ്. നമ്മുടെ കുടുംബം സ്വർഗമായി മാറും. അപ്പോൾ കുടുംബത്തിൽ ഐക്യമാകും. ഭാര്യയും ഭർത്താവും ഒരു ഹൃദയമായി മാറും, ഒരു മനസ്സായിത്തീരും. പല വീടുകളും മാനസാന്തരപ്പെട്ടവരാണ്. ആ വീട്ടിലുള്ളവർ മാനസാന്തരപ്പെട്ടവരാണ്. ഭാര്യയും ഭർത്താവും രക്ഷിക്കപ്പെട്ടവരാണ്. എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും ജീവിതത്തിൽ ക്രിസ്തുവിനെ കൈക്കൊള്ളുകയും ഒരു യഥാർത്ഥമായ ഒരു പുതുജീവിതം തുടങ്ങുകയും ചെയ്തവരാണ്. പക്ഷേ എങ്കിലും ആന്തരികമായ വണ്ണസ് വന്നിട്ടില്ല, അകത്തൊരു ഹാർമണി വന്നിട്ടില്ല, അകത്ത് ഒരു മനസ്സ് വന്നിട്ടില്ല. അപ്പനും മാനസാന്തരപ്പെട്ടു, മോനും മാനസാന്തരപ്പെട്ടു. പക്ഷേ അപ്പനും മോനും ഒരു ഹൃദയമായി മാറിയിട്ടില്ല. തലമുറകളുടെ വിടവ് പിന്നെയും ഇവിടെ നിൽക്കുന്നു. ആദർശങ്ങളുടെയും ആശയങ്ങളുടെയും വൈരുദ്ധ്യം പിന്നെയും ഇവിടെ നിൽക്കുന്നു. അതുകൊണ്ട് ചിലപ്പോഴെല്ലാം അകത്തെങ്കിലും ആശയ സംഘടന ഉണ്ടാകുന്നു, പുറമേ ഉണ്ടാകുന്നില്ല എങ്കിൽ പോലും പ്രിയപ്പെട്ടവരെ, കുടുംബങ്ങൾ അലോഹ്യമായി തീരുന്നു. കുടുംബങ്ങളിൽ സ്നേഹം വരുന്നില്ല, കുടുംബങ്ങളിൽ ഐക്യം പുലരുന്നില്ല, കുടുംബങ്ങളിൽ അതുകൊണ്ട് ഐശ്വര്യം വളരുന്നില്ല, കുടുംബങ്ങളിൽ വാസ്തവമായ ശാന്തിയും സമാധാനവും ലയിച്ചു നിൽക്കുന്നില്ല, നിറഞ്ഞു നിൽക്കുന്നില്ല. നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ കുടുംബങ്ങൾ എങ്ങനെയാണ്? ആ ഒരു വണ്ണസ്, ആ ഒരു മനസ്സിൻ്റെ ഫീലിംഗ് അത് കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ഒരു ഹൃദയം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? മാതാപിതാക്കൾക്കും മക്കൾക്കും, സഹോദരങ്ങൾ പരസ്പരം, ഒരു ചെറിയ വീടിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഭാര്യയും ഭർത്താവും പരസ്പരം, അമ്മായിയമ്മയും മരുമോളും പരസ്പരം, നാത്തൂനും പരസ്പരം. പ്രിയപ്പെട്ടവരെ,
അത് ആ ഒരു മനസ്സ് കിട്ടുന്നുണ്ടോ? രണ്ടുപേരും മാനസാന്തരപ്പെട്ടവരാണ് ശരി, പക്ഷേ ആ ഒരു മനസ്സ് കിട്ടുന്നില്ല. ഇപ്പോഴും ഉണ്ട് ആശയങ്ങളുടെ വൈരുദ്ധ്യം. ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നവർ രണ്ടുപേരും മാനസാന്തരപ്പെട്ടവരാണ്, പക്ഷേ അവിടെയും ഉണ്ട് ആശയ സംഘട്ടനങ്ങൾ. പുറമേ കുറച്ച് ഡിസിപ്ലിൻ ഉള്ളതുകൊണ്ട്, കുറച്ച് അച്ചടക്കം ഉള്ളതുകൊണ്ട് പുറമേ ബഹളം വയ്ക്കുന്നില്ല, പുറമേ കോപിക്കുന്നില്ല, അകത്ത് പുകച്ചിൽ. സങ്കടകരമായ കാര്യം കൂട്ടായ്മകളിൽ പോലും അതുണ്ട് എന്നുള്ളതാണ്. അകത്ത് സംഘട്ടനം, അകത്തൊരകൽച്ച. പുറമേ നോക്കുമ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കും, എല്ലാവരും സാക്ഷ്യം പറയാനുണ്ടാകും, എല്ലാവരും പ്രസംഗിക്കാനുണ്ടാകും, എല്ലാവരും പാട്ട് പാടാനുണ്ടാകും, എല്ലാവരും പൊതുരംഗങ്ങളിലൊക്കെ ഉണ്ടാകും. പക്ഷേ അകത്തെങ്ങനെ? ഹൃദയം കാണുന്ന ക്രിസ്തു നോക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ജയജീവിതം അവിടെ കാണാൻ കഴിയുന്നില്ല. അത് സങ്കടകരമായ കാര്യമാണ്. അതുകൊണ്ടല്ലേ ഈ കണ്ട വഴക്കും പിണക്കവുമെല്ലാം സഭകളിൽ നിൽക്കുന്നത്. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണെന്ന് പറയുന്നു, ക്രിസ്തു സഭയുടെ തലയാണെന്ന് പറയുന്നു. ഇതെല്ലാം നമുക്കറിയാം, തത്വങ്ങൾ നമുക്കറിയാം. എന്തിന് പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ തമ്മിൽ ഗ്രൂപ്പിസം പുലർത്തുന്നു? എന്തിന് ആത്മീയ സംഘടനകൾ, ആത്മീയമായ ഓർഗനൈസേഷൻസ് അവ തമ്മിൽ വൈരുദ്ധ്യം പുലർത്തുന്നു? എന്തിന് സഭകൾ തമ്മിൽ വൈരാഗ്യം വയ്ക്കുന്നു? ഒരേ പ്രാർത്ഥന, ഒരേ നമസ്കാരം, ഒരേ പിതാക്കന്മാർ, ഒരേ പാരമ്പര്യം, ഒരേ വിശ്വാസം, പിന്നെന്തിന് വഴക്ക്, പിന്നെന്തിന് വൈരുദ്ധ്യം? പ്രിയപ്പെട്ടവരെ, അവിടെ തോൽവി അടഞ്ഞിരിക്കുകയാണ്. ആന്തരിക മനുഷ്യൻ തോറ്റിരിക്കുകയാണ്. ഇന്ന് ഞാൻ എളിമയോടെ നിങ്ങളോട് പറയാം, നിങ്ങൾ വിശ്വാസികൾ, നിങ്ങൾ ഈ ജീവൻ്റെ വചനം കേൾക്കുന്നവർ, ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ദൈവത്തോട് പറയണം, കർത്താവേ, എനിക്കൊരു ജയജീവിതമുള്ള ക്രിസ്ത്യാനിയായി തീരണം, ജയജീവിതമുള്ള മനുഷ്യനായി തീരണം, സംസ്കാര സമ്പന്നനായ ഒരു മനുഷ്യനായി തീരണം, ക്രിസ്തു വസിക്കുന്നൊരു ഹൃദയത്തിൻ്റെ ഉടമയായി മാറണം, ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ വാഴണം, പരിശുദ്ധാത്മാവ് തരുന്ന ജയം എനിക്ക് ലഭിക്കണം. എൻ്റെ വികാരങ്ങളുടെ മേലും, എൻ്റെ ആസക്തികളുടെ മേലും, എൻ്റെ താല്പര്യങ്ങളുടെ മേലും, എൻ്റെ ആഗ്രഹങ്ങളുടെ മേലും, കർത്താവേ എൻ്റെ ശരികളുടെ മേലും, കർത്താവേ എൻ്റെ ആത്മീയത്തിൻ്റെ മേലും എല്ലാം നിയന്ത്രണം വഹിക്കുവാൻ പരിശുദ്ധാത്മാവ് എന്നിലേക്ക് ഇറങ്ങി വരണം. എൻ്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണം. സഹോദരങ്ങളെ, ഇത് സാധിക്കാവുന്ന കാര്യമാണ്. ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം. ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാലുള്ള സ്വാതന്ത്ര്യം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ വരുമ്പോൾ ലഭിക്കുന്നത് എന്താണ്? അതാണ് പറഞ്ഞത്. റോമർ ലേഖനം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൽ വീണ്ടും തുടർന്ന് വായിക്കുമ്പോൾ നാം കാണുന്നു, ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. റോമർ ലേഖനം 8-ാം അധ്യായം 13-ാം വാക്യം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ആത്മാവിനാൽ വേണം ശരീരത്തിൻ്റെ ചോദനകളെ നിയന്ത്രിക്കുക. ശരീരത്തിന് പാപത്തിൻ്റെ പ്രേരണകളുണ്ട്, പാപത്തിൻ്റെ ചോദനകളുണ്ട്. അവയെ മരിപ്പിക്കണം. അവയെ അങ്ങനെ മരിപ്പിക്കുമ്പോൾ ആത്മാവ് ജീവിക്കും. ആത്മാവ് ജീവിക്കുന്നവർ അവർ മാത്രമേ ദൈവരാജ്യത്തിൽ എത്തുകയുള്ളൂ. എല്ലാവരും എത്തുകയില്ല. ആത്മാവിൽ ജീവനുള്ളവർ മാത്രമേ ദൈവരാജ്യത്തിൽ എത്തുകയുള്ളൂ. സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ ഈ ഇരിക്കുന്ന ഇരിപ്പിൽ ഒന്ന് ചിന്തിക്കണം, എൻ്റെ കർത്താവേ, ഇന്ന് ഞാൻ മരിച്ചാൽ ഞാൻ ദൈവരാജ്യത്തിൽ പോകുമോ? എൻ്റെ ആത്മാവ് ജീവനോടുകൂടി ഇരിക്കുന്നുവോ? എൻ്റെ ആത്മാവിൽ എനിക്ക് ജീവനുണ്ടോ? ആത്മാവ് ജീവൻ തുടിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ദൈവത്തിൻ്റെ ആലയമായി ഞാൻ മാറിയിട്ടുണ്ടോ? ഞാൻ ഒരു ആത്മീയ മനുഷ്യനായി തീർന്നുവോ? അതോ ഞാൻ ഇന്നും മരുഭൂമിയിൽ കൂടി പോയി ഇസ്രായേൽ മക്കളെ പോലെ പിറുവിറുക്കുകയും പരിഭവിക്കുകയും ചോദ്യം ചെയ്യുകയും മത്സരിക്കുകയും ചെയ്യുന്ന സ്വഭാവം ഉള്ളത്തിൽ പുലർത്തിക്കൊണ്ടിരിക്കുന്നവനാണോ? എൻ്റെ കർത്താവേ, ഇന്നും ഐക്യവും സ്നേഹവും സന്തോഷവും സൗമനസ്യവും എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയിരിക്കുകയാണോ? എൻ്റെ ആത്മാവ് മരിച്ചിരിക്കുന്നുള്ളതായി സത്യം ഞാൻ അറിയുന്നുണ്ടോ? സ്നേഹിതരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജീവൻ തരാൻ വന്നിരിക്കുന്ന ക്രിസ്തുവിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വിളിക്കാം. പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് വിളിച്ച് യാചിക്കാം. കർത്താവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എൻ്റെ ഈ പാപമയമായ ഹൃദയത്തിലേക്ക്, പാപം നിറഞ്ഞിരിക്കുന്ന ഹൃദയത്തിലേക്ക് നീ എഴുന്നള്ളി വരണമേ. എൻ്റെ ഹൃദയത്തിൽ വന്ന് എനിക്ക് ജയം തരണമേ. മരണത്തിനധീനമായി ശരീരത്തിൽ നിന്നെ ആര് വിടുവിക്കുമെന്ന് നിലവിളിച്ച ആ ശൗല്
ആത്മീയനായി മാറി. എനിക്ക് ജയം കിട്ടിയിരിക്കുന്നു, എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു പറയുന്ന ആത്മീയ മനുഷ്യനായി തീർന്നു. സെൻറ്റ് പോളായി മാറി. കർത്താവേ, എനിക്ക് ആ ഒരു വലിയ അത്ഭുതകരമായ രൂപാന്തരം തരണമേ. ഒരു വാക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോൾ വന്നാൽ നല്ലതാണ്. ഐ വിൽ നെവർ ബി ദ സെയിം. ഇനി ഒരിക്കലും ഞാൻ പഴയ മനുഷ്യനായിരിക്കുകയില്ല. ഐ വിൽ നെവർ ബി ദ സെയിം. ഞാൻ ഇനി മേലിൽ പഴയ മനുഷ്യനായിരിക്കുകയില്ല. ഐ വിൽ നെവർ ബി ദ സെയിം. ഞാൻ ഇനി പഴയ മനുഷ്യനായിരിക്കുകയില്ല. ആ തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ? എങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിങ്ങളുടെ മേൽ പകരും. യേശുക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും. ക്രിസ്തുവിൻ്റെ തിരുരക്തം നിങ്ങളുടെ നെറ്റിയിൽ പുരട്ടിത്തരും. ക്രിസ്തുവിൻ്റെ തിരുരക്തത്താലുള്ള മുദ്ര നിങ്ങൾക്ക് ലഭിക്കും. ക്രിസ്തുവിൻ്റെ തിരുരക്തം നിങ്ങളുടെ പാപക്കറകൾ കഴുകും. ക്രിസ്തുവിൻ്റെ തിരുരക്തം സൗജന്യമായി നിങ്ങളുടെ പാപക്കറകൾ കഴുകുകയും നിങ്ങളുടെ ബന്ധനങ്ങൾ അഴിക്കുകയും ചെയ്യും. പാപത്തിൻ്റെ ബന്ധനം അഴിയും, രോഗത്തിൻ്റെ ബന്ധനം അഴിയും, പൈശാചികൻ്റെ ബന്ധനം അഴിയും, ഭൂതാത്മാക്കളുടെ ബന്ധനം അഴിയും, ശാപങ്ങളുടെ ബന്ധനം അഴിയും. എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞ് ആത്മാവിൽ സ്വതന്ത്രരായി നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ആത്മാവിൽ സ്തുതിപ്പാൻ, ആത്മാവിൽ ആരാധിപ്പാൻ, ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരുങ്ങുക. നിങ്ങളുടെ ഹൃദയത്തെ ഒരുക്കുക. പാപത്തെ ഉപേക്ഷിക്കുക. പാപമില്ലാത്ത ജീവിതം തുടങ്ങുക. പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് വേണ്ടി യാചിക്കുക. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ഹൃദയത്തിൽ ലഭിക്കുവാൻ ക്രിസ്തുവിനോട് യാചിക്കുക. നാഥാ, എഴുന്നള്ളി വരണമേ. യേശുവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ച രക്ഷക, നീ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. എന്നെ കഴുകണമേ, എന്നെ വെടിപ്പാക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. എൻ്റെ ഓരോ ബന്ധനത്തെയും അഴിച്ച് ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൽ നീ വാഴണമേ. എന്നെ നീ നിയന്ത്രിക്കണമേ, എന്നെ നീ ഭരിക്കണമേ, എന്നോടുകൂടെ ഇരിക്കണമേ, അന്ത്യത്തോടെ എന്നെ നടത്തണമേ. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് സമർപ്പിക്കാം. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ സ്വർഗീയ പിതാവേ, ഈ വചനം കേട്ട എല്ലാവരെയും അവിടുത്തെ പരിശുദ്ധാത്മാവ് തഴുകണമേ. പരിശുദ്ധാത്മാവ് ആശ്വസിപ്പിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ഇളങ്കാറ്റ് ഓരോരുത്തരുടെ മേലും ഊതുകയും വീശുകയും ചെയ്ത് ഹൃദയങ്ങളെ തണുപ്പിക്കണമേ. ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കണമേ. ജീവിതത്തിലെ ദുരിതങ്ങൾക്ക് പോംവഴി നൽകണമേ. ആകുലങ്ങളെയും ഭാരങ്ങളെയും ആവലാദികളെയും സങ്കടങ്ങളെയും ദൂരീകരിക്കണമേ. കണ്ണുനീര് തുടയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, ആശ്വാസപ്രദനായ ദൈവത്തിൻ്റെ ആത്മാവേ, ആശ്വാസം പകരണമേ. സമാധാനം നൽകണമേ. നെടുവീർപ്പുകൾ അകറ്റണമേ. ജീവിതത്തിലേക്ക് സന്തോഷവും സൗഭാഗ്യവും പകരണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.